ലേബി സജീന്ദ്രൻ, തില്ലാന തില്ലാന, മായാജാലം, മാൻഡ്രേക്ക്, മൈലാഞ്ചി മഞ്ചുള്ള വീട്, കസബ, മാട്ടുപ്പെട്ടി മച്ചാൻ, ഇതൊക്കെ ഈ സിനിമകളിലൊക്കെ നമ്മൾ കലാഭവൻ നവാസിനെ കണ്ടതാണ്. വെട്ടം എന്ന സിനിമയിലെ കഥാപാത്രമാണ് പെട്ടെന്ന് ആ മുഖം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. വെട്ടത്തിലെ പ്രിൻസിനെയൊക്കെ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ലോ. ആ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങളെ പോലെ തന്നെ നവാസും നല്ല രീതിയിൽ തിളങ്ങിയതാണ്. അത് ഞാൻ ചെയ്യേണ്ട വേഷമൊന്നും ആയിരുന്നില്ല എന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നവാസ്. ഈ 51-ാം വയസ്സ് എന്ന് പറയുമ്പോഴും ഇപ്പോഴാണ് ഒന്ന് കൂടുതൽ സജീവമായി വന്നതല്ലേ ലേബി? തീർച്ചയായും 1995 മുതൽ ഇങ്ങോട്ട് ചൈതന്യം എന്ന ചിത്രത്തിലൂടെ കടന്നു വരുന്നു. അതിനുശേഷം പടിപടിയായുള്ള വളർച്ച, അത് മിമിക്രിയിലും അത് എല്ലാ മേഖലയിലും ഒരുപോലെ അടയാളപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നവാസിന്റെ ഒരു പ്രത്യേകത. മിമിക്രിയിലൂടെ നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ സാധിച്ചു. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ച വേഷങ്ങളിലൂടെയൊക്കെ ഇഷ്ടപ്പെടാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ഈ മിസ്റ്റർ ആൻഡ് മിസസിലേക്ക് അഭിനയ രംഗങ്ങളൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലേക്ക് വരികയാണല്ലോ സുജയ. അതുപോലെ തന്നെയാണ് ഈ മിമിക്സ് ആക്ഷൻ 500 എന്ന സിനിമയിലെ പ്രകടനം. അത്തരത്തിൽ ആ സമയത്ത് വന്ന ഒരു പറ്റം സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങളാണ് കലാഭവൻ നവാസ് അഭിനയിച്ചത്. അതിനുശേഷം ഈ പറയുന്നത് പോലെ സ്റ്റേജ് ഷോയിലേക്ക് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നമ്മൾ എത്രത്തോളം ആസ്വദിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആസ്വദിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മിമിക്രിയിലും അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോയിലൊക്കെ വളരെ വ്യത്യസ്തമായ പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. ഈ കലാഭവനിലെ മറ്റ് സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു എല്ലാവർക്കും. തീർച്ചയായും. അത് മാത്രമല്ല, കലാഭവൻ നവാസ്, ഭാര്യ രഹന, ഇവര് സ്ക്രീനിൽ തുടങ്ങിയ പ്രണയം അത് വിവാഹശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അഭിമുഖങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോഴും കഴിഞ്ഞ ഈ അടുത്തിടെയൊക്കെ ചില അഭിമുഖങ്ങളിലൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ചില സ്നിപ്പറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് കണ്ടിരുന്നു. അതിലൊക്കെ ഈ രഹനയും നവാസും ഒക്കെ ഞങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളുണ്ട്, ഞങ്ങളെ കണ്ടാൽ അത് പറയില്ല, അങ്ങനെ വളരെ തമാശയായി സ്ക്രീനിൽ മാത്രമല്ല അല്ലാതെ യഥാർത്ഥ ജീവിതത്തിലും വളരെ തമാശയോടെ സംസാരിക്കുന്ന, എല്ലാവരോടും ചിരിച്ച് ഇടപെടുന്ന ആ ഒരു നവാസിനെയാണ് ഓർമ്മയിലേക്ക് വരുന്നത്. നവാസിന് വേറെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ, അതോ പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നോ? സുജയ, ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടിയതായി അറിവില്ല. അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർക്കും അത്തരത്തിലുള്ള അറിവില്ല. അദ്ദേഹം വളരെ സജീവമായി തന്നെ സിനിമ രംഗത്തും അതുപോലെ തന്നെ മിമിക്രി രംഗത്തും ഗാനരംഗത്തും ഒക്കെ നിൽക്കുമ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് അറിവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹം സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള അറിവാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ലൊക്കേഷനിൽ നിന്ന് സിനിമ ഷൂട്ടിങ്ങിന് ശേഷം വിശ്രമിക്കാൻ പോയതായിരിക്കണം മുറിയിലേക്ക്. ഏതായാലും ചോറ്റാനിക്കരയിലുള്ള മുറിയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതമാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ചോറ്റാനിക്കരയിലെ ടാറ്റ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ എറണാകുളത്ത് നിന്ന് വാർത്തയറിഞ്ഞ് ചോറ്റാനിക്കരയിലേക്ക്